നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്നും പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രധാന കാര്യങ്ങളാണ് നോക്കുന്നത്. പ്രധാന കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഓരോ പഞ്ചവത്സര പദ്ധതിയും അത് നടന്ന വർഷവും അതോടൊപ്പം എന്തായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്നും. ഇവിടെ നമ്മൾ പഞ്ചവത്സര പദ്ധതി ഓരോ പദ്ധതിയും വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഈ 12 പഞ്ചവത്സര പദ്ധതികളെ പറ്റിയും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നിച്ചൊരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളിത് കണ്ടിട്ട് ആ ക്ലാസ്സുകളൊന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. അതിൽ ഓരോ പദ്ധതിയും എന്ത് മോഡലാണെന്ന് പറയുന്നതും അതിൻ്റെ ഗ്രോത്ത് റേറ്റ് എന്തായിരുന്നു എന്നുള്ളതും അല്ലെങ്കിൽ അത് സക്സസ് ആയിരുന്നോ അല്ലായിരുന്നോ എന്നുള്ള കാര്യങ്ങളും അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ചേർത്തിട്ട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു റിവിഷൻ പോലെ അങ്ങനെ മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ ഓരോ പദ്ധതിയും അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളും വർഷവും മാത്രം നമുക്ക് നോക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 തുടങ്ങി 56 വരെ ആയിരുന്നു അല്ലേ. അപ്പോൾ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ വർഷം അത്രയേറെ പ്രധാനമല്ലേ. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെ. എന്തായിരുന്നു ലക്ഷ്യം? കാർഷിക മേഖലയുടെ സമഗ്രമായ വികസനമായിരുന്നു ഒന്നാം പദ്ധതിയുടെ ലക്ഷ്യം. എന്തായിരുന്നു? കാർഷിക മേഖലയുടെ സമഗ്രമായിട്ടുള്ള വികസനം. എന്താണ്? കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചതായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയോ? രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 61 വരെ ആയിരുന്നു. എപ്പോഴാണ്? 1956 മുതൽ 61 വരെ. എന്തായിരുന്നു രണ്ടാം പദ്ധതിയുടെ ലക്ഷ്യം? വ്യാവസായിക വികസനം. വ്യാവസായിക വികസനം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പദ്ധതി ആയിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി. മൂന്നാം പദ്ധതിയോ? 1961 മുതൽ 66 വരെ. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവയായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഇവിടെ ഒന്ന് നോക്കിക്കേ, നമുക്ക് 3 പഞ്ചവത്സര പദ്ധതികൾ ഒരു ഓർഡറിലാണല്ലേ. 51, 56, 56, 61, 61, 66. ഒന്നാമത്തെ പദ്ധതി കാർഷിക മേഖലയ്ക്ക് ഒരു സമഗ്ര വികസനമാണ് ലക്ഷ്യം വെച്ചത്. രണ്ടാമത് വ്യാവസായിക മേഖലയുടെ വികസനമാണ് ലക്ഷ്യം വെച്ചത്. മൂന്നാമത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയും അതുപോലെ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയുമാണ് ലക്ഷ്യം വെച്ചത്. എന്നാൽ നാലാം പദ്ധതി എപ്പോഴാണ്? നാലാം പഞ്ചവത്സര പദ്ധതി 1969 മുതൽ 74 വരെ ആയിരുന്നു. എപ്പോഴാണ്? 1969 മുതൽ 74 വരെ അല്ലേ. അപ്പോൾ നാലാം പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വവുമായിരുന്നു. എന്താണ്? സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വവുമായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951-56 കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യം വെച്ചത്. രണ്ടാം പദ്ധതി 1956-61 അത് വ്യാവസായിക വികസനം ലക്ഷ്യം വെച്ചു. മൂന്നാം പദ്ധതി 61-66 ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ ലക്ഷ്യം വെച്ചു. നാലാം പദ്ധതി 1969 മുതൽ 74 വരെ ആയിരുന്നു. ഇത് സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വവുമാണ് ലക്ഷ്യം വെച്ചത്. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയോ? അഞ്ചാം പഞ്ചവത്സര പദ്ധതി 74-79 1974-79 ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു അഞ്ചാം പദ്ധതിയുടെ ലക്ഷ്യം. എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ആറാം പദ്ധതി 1980 മുതൽ 85 വരെ ആയിരുന്നു. എപ്പോഴാണ്? 1980-85 കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനാണ് ആറാം പദ്ധതി ലക്ഷ്യം വെച്ചത്. എന്താണ്? കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തുക. അതായിരുന്നു ആറാമത്തെ പദ്ധതിയുടെ ലക്ഷ്യം. ഏഴാം പദ്ധതിയോ? ഏഴാം പദ്ധതി 1985-90 ആധുനീകരണം, തൊഴിലവസരങ്ങളുടെ വർധന. എന്താണ്? ആധുനികീകരണവും തൊഴിലവസരങ്ങളുടെ വർധനയുമായിരുന്നു ഏഴാം പദ്ധതി ലക്ഷ്യം വെച്ചത്.
എട്ടാം പഞ്ചവത്സര പദ്ധതി 1992 മുതൽ 97 വരെ ആയിരുന്നു. എട്ടാം പദ്ധതി എപ്പോഴാണ്? 1992-97. അത് മാനവശേഷി വികസനമാണ് ലക്ഷ്യം വെച്ചത്. അപ്പോൾ അഞ്ചാം പഞ്ചവത്സര പദ്ധതി എന്താ ലക്ഷ്യം വെച്ചേ? അഞ്ചാം പദ്ധതി 1974 മുതൽ 79 വരെ ആയിരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ചു. ആറാം പദ്ധതി 1980 മുതൽ 85 വരെ കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തൽ. ഏഴാം പദ്ധതിയോ? ഏഴാം പദ്ധതി ആധുനീകരണവും തൊഴിലവസരങ്ങളുടെ വർധനയും. എട്ടാം പദ്ധതി മാനവശേഷി വികസനമാണ് ലക്ഷ്യം വെച്ചത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഒൻപതാം പദ്ധതി നോക്കാം. ഒൻപതാം പദ്ധതി 1997 മുതൽ 2002 വരെ ആയിരുന്നു. 1997 മുതൽ 2002 വരെ ഗ്രാമീണ വികസനം വികേന്ദ്രീകൃത ആസൂത്രണം. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ് ഒൻപതാം പദ്ധതി ലക്ഷ്യം വെച്ചത്. പത്താം പദ്ധതിയോ? പത്താം പദ്ധതി ലക്ഷ്യം വെച്ചത് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുകയായിരുന്നു. ഇത് 2002 മുതൽ 2007 വരെ ആയിരുന്നു പത്താമത്തെ പദ്ധതി. 2002 മുതൽ 2007 വരെ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. 11ാം പദ്ധതി 2007 മുതൽ 2012 വരെ ആയിരുന്നു. എപ്പോഴാണ്? 2007 മുതൽ 2012 വരെ. അത് മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്രമായിട്ടുള്ള വികസനമാണ് ലക്ഷ്യം വെച്ചത്. എന്താണ്? മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്രമായിട്ടുള്ള വികസനം. 12ാം പദ്ധതിയോ? 12ാം പദ്ധതി ലക്ഷ്യം വെച്ചത് സുസ്ഥിര വികസനമായിരുന്നു. 12ാം പദ്ധതി ലക്ഷ്യം വെച്ചത് എന്താണ്? സുസ്ഥിര വികസനമായിരുന്നു. 2012 മുതൽ 2017 വരെ ആയിരുന്നു പദ്ധതിയുടെ കാലയളവ്. എന്നാൽ 2014 പദ്ധതി അവസാനിച്ചു. 2014 പദ്ധതി അവസാനിക്കുകയാണ് ഉണ്ടായത്. സുസ്ഥിര വികസനമായിരുന്നു 12ാം പദ്ധതിയുടെ ലാസ്റ്റ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഇത് 2014 പക്ഷേ ഈ പദ്ധതി അവസാനിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ 12 പദ്ധതികളും നമ്മൾ നോക്കിയല്ലേ? ഓരോ പദ്ധതിയുടെയും വർഷവും അതിൻ്റെ ലക്ഷ്യവും മാത്രമാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. എല്ലാവരും ആ ക്ലാസ് ഒന്ന് പോയി കാണാൻ നോക്കുക. കാരണം ഏതായാലും 10th +2 ഡിഗ്രി ലെവലായാലും മെയിൻസ് എക്സാമുകൾക്കായാലും UPSC എക്സാമുകൾക്കായാലും എല്ലാം എക്കണോമിക്സിൻ്റെ ഭാഗത്ത് നിന്ന് സ്ഥിരം കണ്ടുവരുന്നൊരു കാര്യമാണ് ഈ 5 ഇയർ പ്ലാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ അല്ലേ? പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് വളരെ സുഖമായിട്ടൊരു മാർക്ക് കിട്ടാവുന്നൊരു ഭാഗമാണിത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? എല്ലാവരും ഒന്ന് ഈ ഭാഗത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക.